ഇടുക്കി തൊടുപുഴയിൽ 2 ദിവസം മുമ്പ് കാണാതായ ആൾ കൊല്ലപ്പെട്ടതായി സംശയം. ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊന്ന് മൃതദേഹം ഗോഡൌണിലെ മാൻഹോളിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് സംശയം. കൊലപാതകികൾ എന്ന് സംശയിക്കുന്ന 3 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. ബിജു ജോസഫിനെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് ചേരുന്നത്. ആൽവിൻ, മൃതദേഹം ഗോഡൌണിൽ ഒളിപ്പിച്ചോ എന്നുള്ള സംശയമാണുള്ളത്, ഗോഡൌണിലെ മാൻഹോളിൽ. അപ്പോൾ അവിടെ പരിശോധനകൾ നടക്കുന്നുണ്ടോ? എന്തെങ്കിലും സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നുണ്ടോ ഇപ്പോൾ? ഇടുക്കി SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൊടുപുഴ സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. തൊടുപുഴ സ്റ്റേഷനിൽ ഈ കൊലപാതകികൾ എന്ന് സംശയിക്കുന്ന 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. പക്ഷേ അവർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് സ്ഥിരീകരണം ഇനിയും നടത്തേണ്ടതുണ്ട്. പക്ഷേ ഇയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കാതെ നമ്മളോട് പറയുന്നത്. കാര്യം ചുങ്കം മുളയിങ്കൽ ബിജു ജോസഫ് എന്നയാളാണ് 2 ദിവസം മുമ്പ് കാണാതാകുന്നത്. ഇയാളെ കാണാനില്ല എന്ന പരാതി നൽകി ഇന്നലെ ഭാര്യ തൊടുപുഴ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തിന്റെ സുഹൃത്തായ ഒരാളും അതോടൊപ്പം തന്നെ 2 കൊട്ടേഷൻ സംഘാംഗങ്ങളും, അത് 2 പേർ എറണാകുളത്ത് നിന്നുള്ളവരാണ് എന്നുള്ളതാണ് അറിയുന്നത്. ആ 2 കൊട്ടേഷൻ സംഘാംഗങ്ങളും ഇയാളുടെ സുഹൃത്ത് ബിജുവിന്റെ സുഹൃത്തുമാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർക്ക് ഈ ബിജുവും അതോടൊപ്പം തന്നെ ബിജുവിന്റെ സുഹൃത്തും നേരത്തെ ഒരു കാറ്ററിംഗ് സർവീസ് നടത്തിയിരുന്നു. ഇവിടെ ചുങ്കം കലയന്താനി എന്ന സ്ഥലത്താണ്. ആ സ്ഥലത്തുള്ള കാറ്ററിംഗ് വലിയ തോതിൽ നടന്നുപോയ കാറ്ററിംഗ് ആണ്. ഇരുവരും അത് പാർട്ണർഷിപ്പ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് പോലീസ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് പിന്നീട് അതിൽ ചൊല്ലിയുള്ള സാമ്പത്തിക തർക്കം വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസിന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അതേ തുടർന്ന് കൊട്ടേഷൻ നൽകിയതാകാം എന്നുള്ളതാണ്, സുഹൃത്തിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയതാകാം എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. ഏതായാലും SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇപ്പോൾ തൊടുപുഴ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഉടൻ തന്നെ ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം ഇവരെ ഒരുപക്ഷെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ബിജു എന്നയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോഴും സ്ഥിരീകരിക്കുന്നത്. ബിജുവിനെ കൊന്ന് ഈ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു മാൻഹോളിനടിയിൽ കുഴിച്ചിട്ട് കോൺക്രീറ്റ് മുകളിൽ ചെയ്തു എന്ന് പോലും പോലീസ് ഈ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കുന്നു. അത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഫോറൻസിക് അടക്കമുള്ള സംഘങ്ങൾ ഉടൻ ആ പ്രദേശത്ത് പരിശോധന നടത്തും. ഏതായാലും SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇടുക്കി തൊടുപുഴയിൽ 2 ദിവസം മുമ്പ് കാണാതായ ആൾ കൊല്ലപ്പെട്ടതായി സംശയം. ചുങ്കം സ്വദേശി ബിജു ജോസഫിനെ കൊന്ന മൃതദേഹം ഗോഡൌണിലെ മാൻഹോളിൽ ഒളിപ്പിച്ചു എന്നുള്ളതാണ് സംശയം. ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.